പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. കർത്താവിന്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2024 ഓഗസ്റ്റ് മാസം 17 ശനിയാഴ്ച പ്രഭാതത്തിൽ നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാനും കർത്താവിനെ സ്തുതിക്കുവാനും സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചില്ലേ? എത്ര ശ്രേഷ്ഠകരമായിട്ടാണ് നടത്തിയത്. ഒന്നോർത്ത് നോക്കി, എത്ര അതിശയകരമായിട്ടാണ് നടത്തിയത്. കർത്താവിന് നന്ദിയോടെ സ്തോത്രം, കർത്താവിന് നന്ദിയോടെ സ്തോത്രം, കർത്താവിന് നന്ദിയോടെ സ്തോത്രം, സ്തോത്രം സ്തോത്രം. ഇന്നത്തെ സഭായോഗത്തെ കർത്താവ് അനുഗ്രഹിച്ചില്ലേ? കർത്താവിന് സ്തോത്രം പറഞ്ഞേ. സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്നില്ലേ? കർത്താവിന് സ്തോത്രം പറഞ്ഞാണ്ട് സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ നമ്മളെ ഉണർത്തിയതിന് സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തീശുവിൽ നമ്മളെ ജയത്തോടെ നടത്തുന്നതിന് സ്തോത്രം 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 സ്തോത്രം. അപ്പ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, അപ്പ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അപ്പയ്ക്ക് ഞങ്ങളോടുള്ള വലിയ സ്നേഹത്തിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. അപ്പയ്ക്ക് ഞങ്ങളോടുള്ള വലിയ കരുണയെ ഓർക്കുമ്പോൾ നന്ദി പറയുന്നു. അപ്പ അങ്ങയുടെ കൃപ ഞങ്ങളുടെ മേലുള്ളതിനായിട്ട് സ്തോത്രം, അങ്ങയുടെ ആ വാത്സല്യം ഞങ്ങളോടുള്ളതിനായിട്ട് സ്തോത്രം. ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങെത്ര നല്ലവൻ, അങ്ങ് മതിയായവൻ. ആമേൻ. ഞങ്ങളുടെ സകല കാര്യങ്ങളിലും ഞങ്ങളുടെ കൂടെ ഇരിക്കുന്ന നല്ല കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. 18-ാം സങ്കീർത്തനത്തിൽ പറയുന്നു, എന്റെ ബലമായ യഹോവേ, ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു. യഹോവ എന്റെ ശൈലവും എന്റെ കോട്ടയും എന്റെ രക്ഷകനുമാകും. എന്റെ ദൈവവും ഞാൻ ശരണമാക്കുന്ന എന്റെ പാറയും എന്റെ പരിചയും എന്റെ രക്ഷയായ കൊമ്പും എന്റെ ഗോപുരവുമാകുന്നു. സ്തോത്രം. ആമേൻ. സ്തുതിനായ യഹോവയെ ഞാൻ വിളിച്ചപേക്ഷിക്കുകയും എന്റെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷ പ്രാപിക്കുകയും ചെയ്യും. 2-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞു, യഹോവ എന്റെ ശൈലമാകുന്നു, എന്റെ കോട്ടയാകുന്നു, എന്റെ രക്ഷകനാകുന്നു, എന്റെ ദൈവവും ഞാൻ ശരണമാക്കുന്ന എന്റെ പാറയും എന്റെ പരിചയും എന്റെ രക്ഷയായ കൊമ്പും എന്റെ ഗോപുരവുമാകുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ അങ്ങയുടെ പൊന്മുഖത്തേക്ക് നോക്കുന്നു. പരിശുദ്ധാത്മാവേ, അങ്ങ് ഞങ്ങളെ സഹായിക്കുന്നതിന് നന്ദി. ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുക. ലോകത്തെമ്പാടും ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവേ, യേശുവിന്റെ നാമത്തിൽ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ വലിയ സ്വസ്ഥതയുണ്ടാകട്ടെ, വലിയ സമാധാനമുണ്ടാകട്ടെ, വലിയ സന്തോഷമുണ്ടാകട്ടെ. ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിൽ ആത്മാവിന്റെ നിറവുണ്ടാകട്ടെ. പുതിയ കൃപകൾ എല്ലാവരുടെയും ജീവിതത്തിൽ നിറഞ്ഞു കവിയട്ടെ. അനേകർ ഇന്ന് പകൽക്കാലം ആമേൻ ആശ്വാസവും സമാധാനവും പ്രാപിക്കുവാൻ ഇടവരുന്നതിനായിട്ട് സ്തോത്രം. രോഗികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയപ്പ. ഇന്ന് പകൽ നസ്രയനായ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അത്ഭുതകരമായ സൗഖ്യങ്ങൾ ഇന്ന് പകൽക്കാലം നടക്കട്ടെ. പ്രത്യേകിച്ച് ആമേൻ ആമേൻ ഇന്ന് ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ. ചെവിക്കകത്തുള്ള ഇൻഫെക്ഷനുകൾ ഇന്ന് യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. പരിപൂർണമായ സൗഖ്യം ചെവിക്കകത്ത് തന്റെ മക്കളുടെ മേൽ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സംഭവിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ ഹല്ലേലൂയ സ്തോത്രം. കാലിന്റെ അടിഭാഗത്ത് വേദനയാൽ കാല് കുത്തുവാൻ കഴിയാതെ നടക്കുവാൻ പ്രയാസപ്പെടുന്നവർ ഇന്ന് യേശുവിന്റെ നാമത്തിൽ പരിപൂർണമായ സൗഖ്യം പ്രാപിക്കട്ടെ. കിഡ്നി സ്റ്റോണിനാൽ ഭാരപ്പെടുന്നവർ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം സൗഖ്യമാകട്ടെ, സ്വസ്ഥമാകട്ടെ. യേശുവിന്റെ നാമത്തിൽ പരിപൂർണ സൗഖ്യം. ആമേൻ ആമേൻ. ഇന്ന് പകൽ അവരുടെ മേൽ വ്യാപരിച്ചിരിക്കുന്നതിനായിട്ട് സ്തോത്രം. എല്ലാ ബാക്ക് പെയിനുകളെയും ഞങ്ങൾ ശാസിക്കുന്നു. താങ്ക് യു ജീസസ്. ശ്വാസം മുട്ടലുകൾ യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. അലർജികൾ യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. കർത്താവേ, അതുപോലെ ജോലിയില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നസ്രയനായ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പുതിയ വഴികൾ തുറന്നു വരട്ടെ. സാമ്പത്തികമായ ആവശ്യങ്ങളിലൂടെ ഭാരപ്പെടുന്നവരുണ്ട് കർത്താവെ. ലോൺ അടച്ചു തീർക്കുവാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്നവർ, ഹല്ലേലൂയ, മേടിച്ച പൈസ കൊടുക്കുവാൻ മാർഗമില്ലാതെ ബുദ്ധിമുട്ടുന്നവർ ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ സൂപ്പർ നാച്ചുറലായി അവരുടെ ആവശ്യങ്ങളിൽ ദൈവിക ഇടപെടൽ നടക്കുന്നതിന് സ്തോത്രം. അതുപോലെ മറ്റാവശ്യങ്ങളാൽ ഭാരപ്പെടുന്ന എല്ലാവരെയും കർത്താവിന്റെ കൈകളിൽ തരുന്നു. എല്ലാവർക്കും അങ്ങ് വിടുതലയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ, ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് ബിസിനസ്സുകാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ ബിസിനസ്സിൽ അത്ഭുത ദൈവപ്രവൃത്തി നടക്കണമേ, ഉയർച്ച കൊടുക്കണമേ. കർത്താവെ, ബാലസിംഹങ്ങൾക്ക് ഇരകിട്ടിയില്ലെങ്കിലും കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് നന്മയ്ക്ക് കുറവില്ലെന്ന് തിരുവഴുത്തിലുണ്ടല്ലോ. ആ വചനപ്രകാരം ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ ബിസിനസ്സുകാർക്കും അഭിവൃദ്ധി ഉണ്ടാകട്ടെ, ഉയർച്ചയുണ്ടാകട്ടെ. ദൈവിക കരം അവർക്ക് വേണ്ടി പ്രവർത്തിക്കണമേ. ലോകത്തെമ്പാടും അങ്ങനെ വേല ചെയ്യുന്നവരെ ഞങ്ങൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. സംരക്ഷണവും ആശ്വാസവും സമാധാനവും കൊടുക്കണം. പുതിയ വേലക്കാർ, ഈ ദിവസങ്ങളിൽ അഭിഷേകമുള്ള കർത്തദാസന്മാർ യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് വരട്ടെ. വലിയ കൊയ്ത്തിനായിട്ട് എഴുന്നേൽപ്പിക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു.
കർത്താവെ, അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിന് നന്ദി പറയുന്നു. സകല മഹത്വവും പുകഴ്ചയപ്പയ്ക്ക് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവിക കൃപ നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നിറഞ്ഞു കവിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പ്രഭാതത്തിൽ 145 സങ്കീർത്തനം അതിന്റെ 18 വാക്യമാണ് പറയുന്നത്. യഹോവ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും, സത്യമായി വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥനാകുന്നു. ഹല്ലേലൂയ. ആ വാക്യത്തിനായിട്ടൊന്ന് കരം ഉയർത്തി സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ഈ ലോകത്തിൽ ഇപ്പോൾ അനേകർ തരണം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രശ്നമാണ് അനാഥത്വം. എന്നെ സഹായിക്കുവാൻ ആരുമില്ല, എന്റെ കൂടെ നിൽക്കുവാൻ ആരുമില്ല, എനിക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ആരുമില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര അനാഥത്വത്തിന്റെ ഒരു കാലഘട്ടത്തിലാണ് ഈ പലരോട് ചോദിക്കുമ്പോഴും പറയും, ആരും സഹായമില്ല, ആരും സഹായിക്കാനില്ല, എല്ലാം പ്രയാസങ്ങളാണെന്നൊക്കെ പറയുന്ന ഒരു സീസണായത്. പക്ഷെ ഇവിടെ വേദോസം പറയാ, കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്ന അല്ലെങ്കിൽ കർത്താവിന്റെ അടുക്കലേക്ക് ഓടി വരുന്ന, വാസ്തവമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും കർത്താവാര, അവൻ സമീപസ്ഥനാണ്. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. കർത്താവ് സമീപസ്ഥനാണ് എന്നാണ് തിരുവചനം പറയുന്നത്. അപ്പം കർത്താവ് ദൂരെയല്ല. അപ്പൊ അനാഥത്വം ഒഴിവാക്കാൻ പറ്റുന്നത് എപ്പോഴാണെന്നറിയാമോ? നല്ലവണ്ണം പ്രാർത്ഥിച്ചാൽ മതി. യഥാർത്ഥമായി പ്രാർത്ഥിക്കുന്നവരായിരിക്കും. കർത്താവുമായിട്ടുള്ള ആ പ്രാർത്ഥനാ ബന്ധം, റിയൽ ഫെലോഷിപ്പ്. പ്രാർത്ഥന എന്ന് പറയുന്നത് റിയൽ ഫെലോഷിപ്പാണ്. അപ്പോൾ നമ്മൾ ഈ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം പോവുകയും ആവശ്യം കഴിയുമ്പോൾ നമ്മൾ മാറുകയും ചെയ്യുമ്പോൾ അതിനകത്തൊരു ബന്ധമുണ്ടാകുന്നില്ല. ഇപ്പം നമുക്ക് പെട്രോൾ പമ്പുമായിട്ട് ആഴമായ ബന്ധങ്ങളൊന്നുമില്ല. ATM കൗണ്ടറുകളുമായിട്ട് ആഴമായ ബന്ധമൊന്നുമില്ല. നമുക്ക് ആവശ്യമുള്ളപ്പോൾ നമ്മുടെ വണ്ടി കൊണ്ടുപോകുന്നു, നമ്മൾ പെട്രോൾ അടിക്കുന്നു. അതുപോലെ തന്നെയാണ് ആമേൻ ATM കൗണ്ടറുകൾ. നമുക്ക് ആവശ്യമുള്ളിടത്ത് നമ്മൾ ചെല്ലുന്നു, നമുക്ക് നമ്മുടെ കയ്യിൽ കാർഡുണ്ടെങ്കിൽ, നമുക്ക് കാശുണ്ടെങ്കിൽ നമുക്ക് കാശെടുക്കാൻ കഴിയുന്നു. അതുമായിട്ട് നമുക്ക് പ്രത്യേക ബന്ധമൊന്നുമില്ല. എന്നാൽ പ്രാർത്ഥന എന്ന് പറയുന്നത് അങ്ങനല്ല. ആവശ്യമുള്ളപ്പം കയറി ചെല്ലുക, ആവശ്യമുള്ളപ്പോൾ ഇറങ്ങിപ്പോവുക, അങ്ങനെയല്ല. പ്രാർത്ഥന എന്ന് പറയുന്ന ആഴമേറിയ ബന്ധമാണ്, കർത്താവുമായിട്ടുള്ള ഒരു കൂട്ടായ്മ ബന്ധമാണ്. ആ കൂട്ടായ്മ ബന്ധമുള്ളവർക്ക് ഒരിക്കലും അനാഥത്വം, അയ്യോ എനിക്കാരുമില്ല, ഞാൻ ഏകനാണ്, എന്നെ സഹായിക്കാൻ ആരുമില്ല, അങ്ങനെ ഒരു തോന്നൽ പോലും അവരുടെ ജീവിതത്തിൽ വരത്തില്ല. കാരണം കർത്താവ് പറയാം, തന്നെ ആത്മാർത്ഥമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും, സത്യമായി റിയലി എന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും കർത്താവ് സമീപസ്ഥനായിരിക്കുമെന്ന് തിരുവചനം പറയുന്നു. അതുകൊണ്ട് പ്രാർത്ഥനയിലൂടെ വാസ്തവമായി ദൈവവുമായിട്ടൊരു ബന്ധമുണ്ടാക്കണം. ആമേൻ. കർത്താവുമായിട്ടുള്ള ഒരു ആഴമേറിയ ബന്ധമുണ്ടാകണം പ്രാർത്ഥനയിൽ. ആ ബന്ധം നമ്മളെ യഥാർത്ഥത്തിൽ നമ്മുടെ ലെവലുകളെ തന്നെ മാറ്റും. നമ്മുടെ ചിന്താഗതികളെ, നമ്മുടെ പേഴ്സണാലിറ്റിയെ, നമ്മുടെ വാക്കുകളെ ഒക്കെ മാറ്റും. കാരണം എന്റെ കർത്താവ് എന്റെ കൂടെ എപ്പോഴും ഉണ്ടെന്നുള്ളൊരു ബോധം നമുക്ക് വരും. കർത്താവ് പറഞ്ഞു, ഞാൻ ഒരു നാളും നിന്നെ കൈവിടത്തില്ലെന്നാ പറഞ്ഞത്. അപ്പൊ ഇതെങ്ങനെയാ കൈവിടാത്ത കർത്താവിന്റെ ആ സ്നേഹം അനുഭവിക്കാൻ കഴിയുന്നത്? കൂട്ടായ്മ ബന്ധത്തിലൂടെ, കർത്താവിനോടുള്ള കൂട്ടായ്മ ബന്ധത്തിലൂടെ. അപ്പൊ നമ്മൾ നിരന്തരമായി കർത്താവുമായിട്ട് സംസാരിക്കുന്ന വ്യക്തിയാണെങ്കിൽ, അതിനുവേണ്ടി സമയം മാറ്റിവെച്ചിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ, കർത്താവിനോടുകൂടെ ചേർന്നിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ, നമുക്ക് എപ്പോഴും പറയാൻ കഴിയും, എന്റെ ജീവിതത്തിൽ എനിക്ക് എന്തില്ല, എനിക്ക് ഏകാന്തതയില്ല. കാരണം ഞാൻ കർത്താവിന്റെ കൂടെ ഞാൻ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുക. അയ്യോ എന്നെ സഹായിക്കാൻ ആരുമില്ല, ആര് പറഞ്ഞു? എപ്പോഴും ഞാൻ നിന്റെ പ്രസന്റ് ഹെൽപ്പറാ, കഷ്ടകാലങ്ങളിൽ ഞാൻ നിനക്ക് ഏറ്റവും അടുത്ത തുണയെന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ കർത്താവുമായിട്ട് കൂട്ടായ്മ ബന്ധമുണ്ടെങ്കിൽ നമുക്ക് ഏത് പ്രശ്നത്തിന് നടുവിലും നമ്മൾ ഒരു മനുഷ്യനെ നോക്കത്തില്ല. മനുഷ്യൻ ഇവിടെ നോക്ക്, നമുക്ക് ഉറപ്പാ കർത്താവിന്റെ കൂടെയുണ്ട്, കർത്താവിന്റെ കൂടെയുണ്ട്. ഞാൻ ആ കർത്താവിന്റെ കൂടെ നടക്കുന്നത്, കർത്താവിനെ സഹായിക്കും, കർത്താവിനെ ബലപ്പെടുത്തും. ആ വലിയ ബോധ്യം നമുക്ക് വരുവാനിട വരും. അതുകൊണ്ട് പ്രാർത്ഥനയിൽ നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിനേക്കാൾ ഉപരി പ്രാർത്ഥനയിലൂടെ കർത്താവുമായിട്ടൊരു അസാധാരണ ബന്ധം, റിലേഷൻഷിപ്പ് ഉണ്ടാക്കണം. ആമേൻ. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കർത്താവിനോട് സംസാരിക്കുക. ആവശ്യമുള്ളപ്പോൾ മാത്രം സംസാരിക്കുന്ന രീതി മാറ്റി ഇടയ്ക്കിടയ്ക്ക് കർത്താവിനോട് സംസാരിക്കുക. കർത്താവേ, അങ്ങെന്റെ ദൈവമാണ്, അങ്ങെന്റെ പിതാവ്, അങ്ങൊഴികെ എനിക്കൊരു രക്ഷയുമില്ല, അങ്ങാണ് എന്റെ നന്മ, അങ്ങാണ് എന്റെ മറുപടം എന്നൊക്കെ കർത്താവിനോട് നിരന്തരം പറയുക. കേട്ടോ, കർത്താവ് നിങ്ങളെ ഈ വചനത്താൽ ഈ പ്രഭാതത്തിൽ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് കർത്താവുമായിട്ട് ആഴമേറിയൊരു ബന്ധം ഇന്നു മുതൽ ഉണ്ടാകുവാൻ. ആമേൻ. ഒരിക്കലും ഞാൻ തനിച്ചാണെന്ന് പറയാതെ, ഒരിക്കലും എന്നെ സഹായിക്കാൻ ആരുമില്ലെന്ന് പറയാതെ, എപ്പോഴും കർത്താവ്
ഉള്ള ബന്ധം, യേശുവിന്റെ ആ വലിയ ബോധ്യമായിരുന്നു. പിതാവ് എപ്പോഴും എന്റെ കൂടുണ്ട്, പിതാവ് പറയുന്നത് ഞാൻ ചെയ്യുന്നു, പിതാവ് എന്നിലൂടെ പ്രവർത്തിക്കുന്നു. ആ വലിയ ബോധ്യം യേശുവിനുണ്ടായിരുന്നു. നിങ്ങളുടെ ജീവിതത്തിലും എന്റെ ജീവിതത്തിലും ഇന്ന് പകൽക്കാലം ആ വലിയ ബോധ്യം ഉണ്ടാകട്ടെ. നമുക്ക് അസാധാരണക്കാരായി ജീവിക്കാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യമാണ് കർത്താവ് നമ്മുടെ ഉള്ളിലായി. ഇത് ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കുക. അപ്പൊ ആ കർത്താവുമായിട്ടുള്ള ഫെലോഷിപ്പ്, കൂട്ടായ്മ, റിലേഷൻഷിപ്പ്, അതുകൊണ്ട് അവനെ നിരന്തരമായി പ്രാർത്ഥിക്കണം. ഈ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് തരണേ കർത്താവേ, എനിക്കത് തരണേ എന്നുള്ള ബന്ധം. നിരന്തരമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. കമ്മ്യൂണിക്കേഷൻ നമ്മളെ റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുപോകും. നമ്മുടെ ജീവിതത്തിൽ ആ നിരന്തര ബന്ധം ഉണ്ടാകട്ടെ കേട്ടോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആ നിരന്തര ബന്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് നിരാശയില്ല, ഭയമില്ല, തോറ്റുപോകുമോ എന്നുള്ള ചിന്തയില്ല. കാരണം കർത്താവുമായിട്ടുള്ള കൂട്ടായ്മയായി. കർത്താവ് ഈ വചനത്താൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും, അടയാളങ്ങൾ നടക്കും, വീര്യപ്രവൃത്തികൾ നടക്കും. നമ്മൾ വിശാലമാകും. നമ്മൾ ഉയർച്ച പ്രാപിക്കും. നമ്മൾ വളരും, വർദ്ധിക്കും, പെരുകും. നമ്മൾ ഒരു മഹത്വമായി മാറും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനന്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവേർഡ്. ഈ പ്രാർത്ഥനയുടെ മാസം കർത്താവുമായിട്ട് പ്രാർത്ഥനയിലൂടെ വലിയ ബന്ധത്തിലേക്ക് വരുവാൻ ആഗ്രഹിക്കുക. ഗോഡ് ബ്ലസ് യു.